പത്തനംതിട്ടയിൽ നിന്നും സുജു ടി ബാബു കൂടിയുണ്ട്. സുജു, 2 മാസത്തെ നീണ്ട അവധിക്ക് ശേഷം സ്കൂൾ തുറന്നിരിക്കുകയാണ്. ആദ്യമായി സ്കൂളിൽ എത്തുന്നവർക്കൊക്കെ ചെറിയ ചില ആശങ്കകളുണ്ട്, എന്താണ് ഇവിടെ എന്നുള്ളതൊക്കെ. അപ്പോൾ ആദ്യമായി വീട്ടുകാരെയൊക്കെ വിട്ടു നിൽക്കുന്ന ഒരു ആശങ്കയൊക്കെ ഉണ്ട്. എങ്ങനെയാണ് പത്തനംതിട്ടയിൽ? സുജു ഏത് സ്കൂളിലാണുള്ളത് ഇപ്പോൾ? വർഷ, ഞാനിപ്പോൾ കാരാമ്പലി സ്കൂളിലാണുള്ളത്. വർഷയ്ക്ക് കാണാൻ സാധിക്കും ഈ കുട്ടികളുമായിട്ടുള്ളൊരു രസം. ആദ്യമായിട്ട് വരുന്നൊരു പയ്യനുണ്ട്. മോനെ പേരെന്തുവാ? സ്കൂളിൽ വരുന്ന സന്തോഷമാണോ? എന്തിയെ അമ്മ എന്തിയെ? ദേഷ്യത്തിന്റെ അമ്മയൊക്കെ അടുത്ത് നിൽപ്പുണ്ട്. നമുക്ക് അമ്മയോട് തന്നെ ആദ്യം ചോദിക്കാം. സ്കൂളിലേക്ക് വരികയാണോ? വലിയൊരു ആഘോഷമാണ്. എന്ത് തോന്നുന്നു? സന്തോഷമാണ്. ചേട്ടൻ പഠിച്ച സ്കൂളിൽ തന്നെ വന്നേക്കുന്നത്, അങ്ങനെ വലിയ സന്തോഷം. നമുക്ക് കാണാൻ സാധിക്കും കുട്ടികളൊക്കെ ഒരുങ്ങി നിൽക്കുന്ന ഒരു കാഴ്ച. ഇവരുടെ ഈ തൊപ്പിയൊക്കെ വെച്ചാണ് കുട്ടികളുടെ നിപ്പ് തന്നെ. അത്തരത്തിൽ ഒരു സന്തോഷകരമായ ഒരു ഇതിൽ കൂടെയാണ് നമുക്ക് കൂടുതൽ കുട്ടികളിലേക്ക് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ക്യാമറ കണ്ട് ഈ ഒരുങ്ങി നിൽക്കുന്ന ഒരു കാഴ്ച. അതായത് നമുക്ക് ഈ കുട്ടികളുടെ ഒരു കൗതുകം, ഇതിനകത്ത് തൊപ്പിയൊക്കെ വെച്ചാണ് കുട്ടികൾ ഇരിക്കുന്നത്. നമുക്ക് ഒരു മോൻ്റെ കുഞ്ഞിൻ്റെ പേരെന്തുവാ? സാനിയ. ആദ്യമായിട്ട് സ്കൂളിൽ വരുമല്ലേ? ഇഷ്ടപ്പെട്ടോ? സ്കൂൾ ഇഷ്ടപ്പെട്ടോ? എന്ത് പറയുന്നു? ചേച്ചി ഉണ്ടോ? മോളി സ്കൂളിൽ തന്നെയാണോ പഠിക്കുന്നത്? അല്ല, ഞാൻ സെന്റ് മേരീസിലാ. ഇവിടാണോ പഠിച്ചത് നേരത്തെ? എത്ര വരെ പഠിച്ചു? 4 വരെ പഠിച്ചു. ഇപ്പൊ എത്ര പഠിക്കുന്നത്? ഇപ്പൊ 5. 5. അനിയത്തി ആദ്യമായിട്ട് സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ എന്താ തോന്നുന്നത് ചേച്ചിക്ക്? സ്കൂൾ അടിപൊളി സ്കൂളാണോ? ഇത് നമ്മുടെ വേറൊരു കാര്യം കൂടി ഉണ്ട്. നമ്മുടെ CPM പത്തനംതിട്ട ഏരിയ കമ്മിറ്റി സെക്രട്ടറി MP സഞ്ജു നമ്മോടൊപ്പം. സഞ്ജു സഖാവുണ്ട്. സഞ്ജുവിൻ്റെ മക്കളൂടെയാണ് ഇത്. ഈ ഗവൺമെൻറ് സ്കൂളിലേക്ക് തന്നെ കുട്ടികളെ വിടുന്നൊരു സന്ദേശം എന്താണ്? ഗവൺമെൻറ് സ്കൂളിലാണ് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം ലഭ്യമാകുന്നതിനുള്ള പൊതുബോധം എനിക്കുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ 3 മക്കളും ഇവിടെയാണ് പഠിച്ചത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വർഷ പറഞ്ഞത്. ഇപ്പം CPM ഏരിയ സെക്രട്ടറി MP സഞ്ജു ആണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഗവൺമെൻറ് സ്കൂളിൽ കുട്ടികളെ വിടുന്നതിന് പ്രധാനപ്പെട്ട കാര്യമെന്ന് സൂചിപ്പിക്കുന്നത് അവിടെയാണ് നല്ല വിദ്യാഭ്യാസം കുട്ടികൾക്ക് ലഭിക്കും എന്നതുകൊണ്ട് തന്നെയാണ് അത്തരം ഒരു വിദ്യാലയത്തിലേക്ക് പോകുന്നത്. നമ്മൾ തിരിച്ച് വരുമ്പോൾ വളരെ കളർഫുള്ളാണ് ഇവിടെ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കേണ്ടത്. കുട്ടികളൊക്കെ വലിയ അലങ്കാരത്തോടൊക്കെ തന്നെ നിൽക്കുന്നത്. മോൻ്റെ പേരെന്തുവാ? ആണോ? സ്കൂളിലേക്ക് ഒരു സന്തോഷമാണോ? എങ്ങനെയുണ്ട്? ഹാപ്പിയാണോ? പാട്ടൊക്കെ പാടുവോ? ഒരു പാട്ടൊന്ന് പാടിക്കേ. ചേട്ടൻ അങ്കിൾ കേൾക്കട്ടെ. പാടിക്കേ, ഒന്ന് കേൾക്കട്ടെ. പാടോ? മോൻ്റെ പേരെന്തുവാ? ആണോ? സന്തോഷമാണോ അവധി കഴിഞ്ഞ് വരുമ്പോ? അതായത് വർഷ നമ്മൾ നോക്കുമ്പോൾ പറയാം കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. അതാണ്ട് ഒരു കുറുമ്പുള്ള പയ്യൻ. മോൻ്റെ പേരെന്തുവാ? സിദ്ധാർത്ഥ്. ആണോ? എത്ര ക്ലാസ്സാണ് പഠിക്കുന്നത്? ഇനി 2ലോട്ട്. സന്തോഷമാണോ സ്കൂൾ ക്ലാസ് പറഞ്ഞപ്പോ? അവധിക്ക് എന്തൊക്കെ ചെയ്ത്? കളിക്കുകയൊക്കെ ആയിരുന്നു. ആണോ? ഇനി ക്ലാസ് വരുമ്പോ കളിക്കാൻ പറ്റുമോ? ഇല്ല. പാട്ടൊക്കെ പാടുവോ? ഒരു പാട്ടൊന്ന് പാടിക്കോ, കേൾക്കട്ടെ. ഏതൊരു പാട്ടൊന്ന് പാടിക്കോ? പാടിക്കോ? പാടിക്കോ. ഒന്നെന്ന് ചൊല്ലി ഓടിട്ട വീടിൽ ഒന്നിച്ചിരുന്നു കളിക്കാലോ. 2 ചൊല്ലി രണ്ടപ്പം ചുട്ട് 2ആയി വീതിച്ച് തിന്നാലോ. 3 ചൊല്ലി മുക്കുറ്റിപ്പൂന്നുള്ളി മൂക്കണമിട്ട് രക്ഷിക്കാലോ. 4 ചൊല്ലി നാക്കിലയിട്ട് 4ഉം കൂട്ടി ഉണ്ണാലോ. 5 ചൊല്ലി വഞ്ചിയിൽ കയറി വഞ്ചത്തിരുന്നു തുഴയാലോ. 6 ചൊല്ലി അറയിലിരിക്കണം അതിരന്നുള്ളി. വിദ്യ ടീച്ചറാണോ? ഓ, 1 തൊട്ട് എത്ര വരെ ഉണ്ട്? എത്ര വരെ ചൊല്ലും? 10 വരെ. അതാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖല ഒരു രീതിയാണ്. ഇപ്പം കുട്ടികളെ ഇങ്ങനെ പണ്ടുകൊണ്ട് ഇങ്ങനെ കൗതുകരമായി തന്നെ പഠിപ്പിക്കുക എന്നുള്ളത് അമ്മ തൊട്ടപ്പുറത്ത് നിന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അമ്മയ്ക്ക് ഈ പാട്ടൊക്കെ അറിയാമോ? എന്തായാലും സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ എല്ലാ ആവേശവും ഉൾക്കൊണ്ട് തന്നെയാണ് നടക്കുന്നത്. കുട്ടികൾ ആദ്യമായി ഒക്കെ സ്കൂളിൽ വരുന്ന കുട്ടികളുണ്ട്. മാത്രമല്ല തങ്ങളുടെ കൂട്ടുകാരെയൊക്കെ കണ്ട്, ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകരെയൊക്കെ കണ്ട് സന്തോഷം പങ്കുവെക്കുന്ന കുട്ടികളുണ്ട്.